ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായ ആസാമിൽ 2024 മാർച്ചിൽ വിചിത്രമായൊരു നിയമം പാസാക്കി. അസാം മാജിക്കൽ ഹീലിംഗ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഒരു രോഗിക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിച്ചാൽ, അയാളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാമെന്നുള്ളതാണ് ഈ നിയമം അനുശാസിക്കുന്നത്. BJP നയിക്കുന്ന സംസ്ഥാന സർക്കാരാണ് ആസാം മാജിക്കൽ ഹീലിംഗ് ആക്ട് പാസാക്കിയത്. ശക്തമായ നിയമനിർമ്മാണം വഴി സുവിശേഷവൽക്കരണം നിയന്ത്രിക്കാൻ തൻ്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ നിയമം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും, ക്രൈസ്തവരുടെ വർധനവിനെ തടയുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അസാമിലെ ഗോത്രവർഗ മേഖലയിൽ, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഗോത്രവർഗ മേഖലയിലുള്ള ജനങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നത് തടയുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. വിവാദമായ ഈ മാജിക്കൽ ഹീലിംഗ് ആക്ട് പ്രകാരം 2024 നവംബർ 23-ന് ബാപ്റ്റിസ്റ്റ് സഭാപ്രവർത്തകനായ പാസ്റ്റർ പ്രജ്വൽ ഭുയാൻ എന്ന സുവിശേഷകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 6 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം പോലും ലഭിച്ചത്. പരമ്പരാഗതമായി ക്രിസ്ത്യാനികൾ നടത്തുന്ന രോഗശാന്തി പ്രാർത്ഥനകളും അങ്ങനെ വിടുതൽ ലഭിക്കുന്നവർ പലപ്പോഴും ക്രൈസ്തവരായി മാറ്റപ്പെടുന്നതുമൊക്കെ സാധാരണമായ കാര്യമാണ്. എന്നാൽ അതിനെ ഒരു കുറ്റകൃത്യമാക്കുന്ന നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ആദ്യത്തെ കേസെന്നുള്ള നിലയിൽ ഇന്ത്യ മുഴുവൻ ഈ കേസിന് വലിയ പ്രാധാന്യമുണ്ടായി. ദേശീയ വാർത്താ മാധ്യമങ്ങൾ പോലും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ആസാമിൽ രൂപപ്പെട്ട ഈ നിയമത്തെക്കുറിച്ചും അങ്ങനെ ഉണ്ടായ അറസ്റ്റിനെ കുറിച്ചും റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ 6 മാസങ്ങൾക്ക് ശേഷം പാസ്റ്റർ പ്രജ്വൽ ഭുയാനെതിരായ എല്ലാ കുറ്റങ്ങളും അസമിലെ ഗോലാഘട്ട് ജില്ലാ സെഷൻസ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. 38 വയസ്സുകാരനായ ബാപ്റ്റിസ്റ്റ് സഭാ ശുശ്രൂഷകനായ ഈ പ്രജ്വലിനെതിരെ പൂർണ്ണമായും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരുന്നതെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 2025 മെയ് 13 കോടതിയുടെ സുപ്രധാനമായ വിധി വന്നത്. നീതി നടപ്പാക്കാനുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തിയിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. കുറ്റവിമുക്തനാക്കിയതിന് 1 ദിവസത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച പാസ്റ്റർ ഭുയാൻ പറഞ്ഞു, എല്ലാ ക്രിസ്ത്യാനികളുടെയും ഇനി ക്രിസ്ത്യാനികളല്ലാത്തവരുടെയും ഒക്കെ പ്രാർത്ഥനകൾ കൊണ്ടാണ് താൻ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി, അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതപരിവർത്തനത്തിനായി ഞാൻ ഒരു മാന്ത്രിക രീതിയും ഉപയോഗിച്ചിട്ടില്ല. ആളുകൾ എൻ്റെ അടുത്ത് വരുന്നു, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഒരു തന്ത്രങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. അദ്ദേഹം തൻ്റെ കാര്യം തന്നെ പറഞ്ഞു. പ്രായപൂർത്തിയായതിനു ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച വ്യക്തിയാണ് ഞാൻ എന്തിനാണ് മാന്ത്രിക രീതിയിലുള്ള എന്തെങ്കിലും നടപടികൾ കൊണ്ട് മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നത്? ഹിന്ദു മതത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ടെലിവിഷനിലൂടെ കേട്ട ക്രിസ്തീയ സന്ദേശമാണ് എന്നെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് ആകർഷിച്ചത്. ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചത് 2006-ലാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് കഠിനമായ എതിർപ്പുകൾ എനിക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ എൻ്റെ സഭ എന്നെ ചേർത്ത് പിടിച്ചു. ഞാനൊരു നല്ല സ്വഭാവമുള്ള, നല്ല മനോഭാവമുള്ള ഒരു വ്യക്തിയായി മാറി. എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം തിരിച്ചറിഞ്ഞ എൻ്റെ മാതാപിതാക്കൾ പിന്നീട് എന്നെ അംഗീകരിക്കുകയും 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിർബന്ധിക്കാതെ തന്നെ അവരും ക്രിസ്ത്യാനികളായി മാറുകയുമായിരുന്നു. ഞാൻ ആരെയും സുഖപ്പെടുത്തുവാൻ ഞാനൊരു ദൈവമോ ഡോക്ടറോ ഒന്നുമല്ല. ആളുകൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവർക്കൊരു ആശ്വാസമാകത്തക്ക നിലയിൽ അവരെൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ മതമൊന്നും നോക്കാതെ ഞാൻ അവരെ സ്നേഹിക്കുകയും അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ, ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറാതെ ഭുയാൻ മറുപടി പറഞ്ഞു. ഈ കേസ് തൻ്റെ കുടുംബത്തിലുണ്ടാക്കിയ കഷ്ടപ്പാടുകളെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി. എൻ്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ള എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഈ അറസ്റ്റിനെ തുടർന്ന് വലിയ ട്രോമയിലായിരുന്നു. അവർ വല്ലാതെ ഭയന്നു പോയിരുന്നു. എന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നിയമ സംരക്ഷണത്തിലും
എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ഞാൻ ആശ്രയിച്ചു. ക്രിസ്തു എന്നോട് കൂടെ ഉണ്ടായിരുന്ന ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ എനിക്ക് ദൈവം കൃപ തന്നു. ഈ കുറ്റാരോപണങ്ങളെല്ലാം വ്യാജമായിരുന്നുവെന്ന് കോടതിയുടെ വിധി വ്യക്തമാക്കിയിരിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കേസുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും എനിക്കെതിരെ പരാതി നൽകിയവരോടോ എന്നെ പീഡിപ്പിച്ചവരോടോ എനിക്ക് യാതൊരു വിദ്വേഷവുമില്ല. കാരണം അവരോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിലും ബൈബിൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിലും യാതൊരു അർത്ഥവുമില്ലല്ലോ. പാസ്റ്റർ പ്രജ്വൽ ഭുയാൻ തൻ്റെ നയം വ്യക്തമാക്കുന്നു. ആസാം ക്രിസ്ത്യൻ ഫോറം ACF കോടതിയുടെ തീരുമാനത്തെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്തു. അവർ പറയുന്നു, നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയ്ക്കും സമർപ്പണത്തിനും തെളിവാണ് ഈ വിധി. ACFൻ്റെ വക്താവ് അലൻ ബ്രൂക്സിൻ്റെ വാക്കുകളാണിത്. ഈ വിധി മതസ്വാതന്ത്ര്യത്തിനായുള്ള നമ്മുടെ ഭരണഘടനാപരമായ അവകാശത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്. പാസ്റ്റർ ഭുയാന് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആസാമിൽ 31 ദശലക്ഷം ജനങ്ങളാണുള്ളത്. ആ ജനസംഖ്യയിൽ വെറും 3.7% മാത്രമാണ് ക്രൈസ്തവർ. പൗരന്മാർക്ക് സ്വതന്ത്രമായി അവരുടെ മതം പ്രഖ്യാപിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ഉറപ്പു നൽകുന്ന മനോഹരമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. അതിൻ്റെ ആർട്ടിക്കിൾ 25 വിരുദ്ധമായി അസമിലെ ക്രിസ്ത്യാനികൾക്കെതിരെ അധികാരത്തിൻ്റെ മുഷ്കുപയോഗിച്ച് പുതിയ നിയമങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുവാനും ക്രൈസ്തവരെ തടവിലാക്കുവാനുമൊക്കെ BJP നടത്തിയ ശ്രമത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ആസാമിൽ മാത്രമല്ല, BJP ഭരിക്കുന്ന 10-ലധികം സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള കരി നിയമങ്ങൾ ക്രൈസ്തവർക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആ നിയമങ്ങൾക്കൊന്നും ഇന്ത്യയിലെ ക്രൈസ്തവരെ തടഞ്ഞു നിർത്തുവാനോ അവരുടെ വിശ്വാസത്തെ ഇല്ലാതെയാക്കുവാനോ സാധിക്കയില്ല എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എവിടെയൊക്കെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, എവിടെയൊക്കെ ക്രൈസ്തവർക്കെതിരെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അനാവശ്യ നിയമങ്ങൾ കൊണ്ടുവന്നോ അവരെ തടഞ്ഞു നിർത്തുവാൻ ശ്രമിക്കുന്നെങ്കിൽ ഓർക്കുക, ഇതൊരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ്. അതിനെ നമുക്ക് സാധാരണ നിലയിൽ തടഞ്ഞു നിർത്തുവാൻ സാധ്യമല്ല. ഇത് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ആസാമിൽ ഉണ്ടായ ആ നിയമത്തിന് കോടതിയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തിരിച്ചടി മാറി ചിന്തിക്കുവാൻ ക്രൈസ്തവർക്കെതിരായി നിൽക്കുന്നവർക്ക് ഒരു കാരണമാകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. സഭയിലോ കൂട്ടായ്മയിലോ ചെറിയൊരു പ്രസംഗമെങ്കിലും നടത്തേണ്ടുന്ന വ്യക്തിയാണോ താങ്കൾ? അതുപോലെ തന്നെ വേദപുസ്തകം കാര്യമായി പഠിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മനോഹരമായ 2 പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന്, പാസ്റ്റർ OG ശാമുവേൽ എഴുതിയിരിക്കുന്ന പ്രീച്ചേഴ്സ് ഗൈഡ് എന്ന ഗ്രന്ഥം. 1000-ലധികം പേജുകളുള്ള ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജിലും നിരവധി പ്രസംഗങ്ങളുണ്ട്. ഇതോടൊപ്പം യൂദായുടെ ലേഖനത്തെക്കുറിച്ച് സമഗ്രമായൊരു പഠനം. ഈ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത് സാൻഡി സാമുവേലാണ്. ഈ 2 പുസ്തകങ്ങൾക്കും കൂടെ 1250 രൂപയാണ് വില. എന്നാൽ ഇപ്പോൾ സ്ക്രീനിലുള്ള നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് രജിസ്ട്രേഡ് പോസ്റ്റിൽ ഈ പുസ്തകങ്ങൾ ലഭിക്കും. പോസ്റ്റേജ് സൗജന്യമാണ്.